ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ വേളിക്ക് പാറ്റകളെ വലിയ ഭയമാണ്. ഒരു ദിവസം നമ്പൂതിരി കിടപ്പുമുറിയിൽ എന്തോ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് കിടപ്പറയിലേക്ക് വന്ന വേളി കണ്ടത് നമ്പൂതിരിയുടെ സമീപത്തായി കിടക്കയിൽ ഒരു പാറ്റ ഇരിക്കുന്നതാണ്. ഇന്ന് കൊന്നട്ടേയുള്ളൂ കാര്യമെന്ന് പറഞ്ഞ് വേളി ചൂലെടുക്കുവാനായി അടുക്കളയിലേക്ക് ഓടി. പേടിത്തൊണ്ടനായ നമ്പൂതിരി ഇത് കണ്ട് ഞെട്ടിപ്പോയി. അദ്ദേഹം വിചാരിച്ചത് വേളി തന്നെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞതെന്നാണ്. വേളി തന്നെ കൊല്ലുവാൻ വേണ്ടി കത്തിയെടുക്കുവാനായി പോയതാകുമെന്ന് കരുതി അദ്ദേഹം ചാടി എഴുന്നേറ്റ് മുറിക്ക് പുറത്ത് ചാടി വാതിലിന് മറഞ്ഞു നിന്നു. അപ്പോഴേക്കും വേളി ഓടിപ്പാഞ്ഞു കിടപ്പുമുറിയിലെത്തി. കയ്യിൽ ചൂലുമുണ്ട്. പക്ഷേ പാറ്റയെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. എവിടെ പോയി ഒളിച്ചാലും ഞാൻ വിടില്ല, കൊന്നുകളയും. ശല്യം കൊണ്ട് മനുഷ്യന് പൊറുതി മുട്ടിയിരിക്കുക. ഇന്നലെ രാത്രി വേലക്കാരിയുടെ മുറിയിൽ നിന്ന് എണീറ്റ് വരണത് കണ്ടു. വേളി പാറ്റയെ തിരയുന്നതിനിടയിൽ ഉച്ചത്തിൽ പറഞ്ഞു, പൊന്നു ശ്രീദേവി, നമ്മെ കൊല്ലരുത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നമ്മോട് ക്ഷമിക്കുക. നമ്പൂതിരി ഭയം മൂലം കതകിൻ്റെ മറവിൽ നിന്നും പുറത്തു വരാതെ പറഞ്ഞു.